കവ്യ, നീ എന്തായാലും ഇന്നലെ നിന്റെ വീട്ടിലോട്ട് വിളിച്ച്. പക്ഷേ നിന്റെ അമ്മ അറിയുകയാണെന്നുണ്ടെങ്കിൽ 12 മണി തൊട്ട് 8 മണി വരെ അമ്മയുടെ ബൊട്ടിക്ക് ഓപ്പൺ ആയിരിക്കും. പിന്നെ അമ്മ 8:30 മുമ്പ് എന്തായാലും വീട്ടിലോട്ട് വരത്തില്ല. നീ നിന്റെ അമ്മയോട് ഇതുവരെ ചോദിച്ചിട്ടില്ലേ നിന്റെ പപ്പായെ പറ്റി? ഇല്ല, ഞാൻ ചോദിച്ചതിന് അമ്മയ്ക്ക് വിഷമമെന്ന് വിചാരിച്ച്. അമ്മ ആ കാര്യം എൻ്റെ അടുത്ത് പറയുന്നവരെ ഞാനായിട്ടൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നീ ചിന്തിക്കുന്നത് വളരെ ശരിയാണ്. അതേ, ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും കൂടെ ചെയ്തിട്ടുണ്ടോ? നീ എന്താ വിചാരിച്ചേ ഞാൻ ആ കാര്യം എല്ലാരും കൂടെ ചെയ്യുന്നോ? അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പെൺകുട്ടികളൊന്നും പയ്യന്മാരുടെ കൂട്ടൊന്നും അല്ല. അവരാരെയാണോ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് അവരുടെ കൂടെ മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നെ എങ്ങനെ നോക്കിയാലും ഞാൻ നിന്നോട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞ് ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല. നീയല്ലേ പറഞ്ഞത് ഒറ്റയ്ക്ക് കാണണോന്ന്? ഓ, അങ്ങനെയാണോ? അതായത് നിനക്ക് താല്പര്യമില്ല അങ്ങനെയൊന്നും ചെയ്യാൻ? ആ, അതായിപ്പൊ നീ ഉണ്ടല്ലോ, അപ്പോ കുറച്ച് ചെയ്താ മതിയല്ലോ. ശരി, അപ്പൊ നിനക്കൊന്നും ചെയ്യണ്ടെങ്കിൽ വേണ്ട. അങ്ങനെയാണോ? ഞാൻ ചെയ്താലും ഓക്കെയാണോ? ശരിടാ. അതെ അതെ, നമ്മുടെ കൈവശം എല്ലാ തരത്തിലുള്ള മാർബിൾസ് ടൈൽസും ഉണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഞങ്ങളുടെ കടയിലേക്കൊന്ന് വാ. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തും അവിടെ ഒന്ന് കളക്ട് ചെയ്യാം. ആയിക്കോട്ടെ, ഓക്കെ, അപ്പം നമുക്ക് നേരെ കാണാം. നീ എവിടേക്കാ പോകുന്നത്? അയ്യോ, 2 മിനിറ്റിലെത്താം പപ്പാ. ദേ നോക്ക് മോനെ, ഓഫീസിലുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം. ഭാവിയിൽ നീയല്ലേ ഇതെല്ലാം മാനേജ് ചെയ്യണ്ടേ? ശരിയാണ് പപ്പ, പക്ഷേ എനിക്ക് ഗ്രാനൈറ്റിലും മാർബിളിലും ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ നേരത്തെ പപ്പയോട് പറഞ്ഞല്ലേ എനിക്ക് MBA ചെയ്യണം. മോനെ, ഇത് നമ്മുടെ ഫാമിലി ബിസിനസ്സാ. നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു അടയാളമുണ്ട്. ശരിയാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം നീ കേക്ക്. ഇപ്പോ നീ ഈ ബിസിനസ് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ നോക്ക്. ശരി പപ്പ, നോക്കാം. പക്ഷേ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഇപ്പൊ വരാം. ബൈ 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 ബൈ. നീലം. എന്തൊക്കെയുണ്ട്? ഞാൻ ഇതുവരെ നിന്നെക്കുറിച്ചാ ചിന്തിച്ചിരുന്നേ. നിനക്ക് 100 ആയുസാ. ഞാൻ ബിസി ആയിരുന്നു, അതുകൊണ്ടാ കോൾ ചെയ്യാൻ പറ്റാത്തെ. നീ ഇന്ന് ഫ്രീ ആണെങ്കിൽ നമുക്ക് ഇന്ന് മീറ്റ് ചെയ്താലോ? ശരി, ഓക്കെ, എങ്കിൽ ഞാൻ റൂം ബുക്ക് ചെയ്യാം. നമുക്ക് വൈകിട്ട് കാണാം. ശരി, ഓക്കെ, ഞാൻ പെട്ടെന്ന് അങ്ങ് എത്തിയേക്കാം. പക്ഷെ ഞാൻ ഇത് പറയാനല്ല ഫോൺ ചെയ്തത്. കാവ്യക്ക് ഫാഷൻ ഡിസൈനിങ് ചെയ്യണമെന്നുണ്ട്. അതിന് ഫീസ് വളരെ കൂടുതലാ. അത്രയും കാശൊന്നും എന്റെ കയ്യിലില്ല. അതുകൊണ്ടാ നിങ്ങൾക്ക് കോൾ ചെയ്തേ. നീ ഫീസിന്റെ കാര്യം നോക്കണ്ട, അതെല്ലാം ഞാൻ കൊടുത്തേക്കാം. നീ വിഷമിക്കണ്ട. എന്തായാലും കാവ്യന്റെ മകളല്ലേ. എന്തായാലും വൈകിട്ട് നമുക്ക്. ശരി, ഓക്കെ. ദാ അമ്മയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അതൊക്കെ വിടും മോളെ, ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ്. നീ ഇവിടെ വന്നിരിക്കേ. നീ ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ ഫീസൊക്കെ പേ ചെയ്തു. ഇനി നിനക്ക് പോയി ജോയിൻ ചെയ്യാം. അമ്മേ, താങ്ക് യു സോ മച്ച്. ശരി, എന്തുകൊണ്ട് നമ്മള് ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡിന്നറിന് പോയിക്കൂടാ? ഇല്ല, ഇന്ന് പറ്റില്ല. എനിക്ക് വേറെ കുറച്ച് ജോലിയുണ്ട്. എന്താ അമ്മയുടെ ബൊട്ടീക്ക് ഇന്നാണെങ്കിൽ ക്ലോസ് ആയിരിക്കത്തില്ലേ? ഇന്ന് പോവാ അമ്മേ, പ്ലീസ്. ഇല്ല മോളെ, ഇന്ന് പറ്റില്ല. എനിക്ക് കുറെ ജോലികളുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയില് എന്തെങ്കിലും അഫെയർ ഉണ്ടോ? ഇപ്പോഴാണെങ്കിൽ അമ്മ എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. നിനക്ക് എപ്പോഴും ആവശ്യമില്ലാത്ത സംസാരങ്ങളാ. ആദ്യം ആഹാരം കഴിക്കാൻ നോക്ക്. നീ കുടിക്കുന്നു? ഇല്ല, വേണ്ട. നിങ്ങൾക്കറിയാലോ ഞാൻ കുടിക്കില്ലെന്ന്. കുറച്ചെങ്കിലും. വേണ്ട വേണ്ട. ഇന്ന് ഞാൻ കാവ്യയോട് അവളുടെ ഫീസൊക്കെ കെട്ടിയ കാര്യം പറഞ്ഞപ്പോ
എന്ത് സന്തോഷമായെന്നറിയോ? ഈ പറഞ്ഞതൊരു നല്ല കാര്യം തന്നെയാ. കാവ്യമോള് ഫാഷൻ ഡിസൈൻസ് പഠിക്കാൻ പോവുകയല്ലേ? ആ, ഇപ്പോൾ അവള് നിന്റെ ബിസിനസ്സിനും അവൾ പവർഫുൾ ആയിരിക്കും തോന്നുന്നു. അത് സത്യ, അവള് ശരിക്കും നല്ലൊരു കുട്ടിയാ. പക്ഷെ അതില് സങ്കടം എന്താണെന്ന് വെച്ചാ അവിടെ അച്ഛൻ ജീവിച്ചിരുന്നിട്ടും അച്ഛന്റെ കരുതലില്ലാതെ പോയി. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മോളെ? ദേ നോക്ക്, ഇവിടെയുള്ള ആർക്കെങ്കിലും നമ്മുടെ ബന്ധം അറിയാൻ കഴിഞ്ഞാൽ പിന്നെയുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തെ നല്ലതുപോലെ ബാധിക്കും. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ നിന്റെ കൂടെയോ പിന്നെ എൻ്റെ ഭാര്യയോടൊപ്പമോ ജീവിക്കാൻ പറ്റില്ല. ദേ നോക്ക്, അതിനെക്കുറിച്ചെല്ലാം നീ അങ്ങ് മറന്നേക്ക്. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. നിങ്ങളെ ശല്യപ്പെടുത്തുമെന്ന് വിചാരിക്കരുത്. എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി, അത് മാത്രം മതി. എൻ്റെ പൊന്നു മോളെ, എൻ്റെ സ്നേഹം നിനക്ക് എപ്പോഴും ഉണ്ടാവില്ലേ? കാവ്യ, ഉം? നീ എന്തായാലും എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഇപ്പൊ നമ്മൾ പിടിക്കപ്പെട്ടാലോ? നിനക്ക് പേടിയില്ലേ? പ്രേമിക്കുമ്പോ എന്തിനാ പേടിക്കുന്നത്? അതൊക്കെ കണ്ടുപിടിക്കുമ്പോ നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനൊന്നും സംസാരിക്കാതെ. എന്തായാലും മേഡത്തിന്റെ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അനുഷ്, എന്റെ അമ്മ വന്നെന്നാ തോന്നേ. എണ്ണിക്കിപ്പോ അമ്മേ, ഇതാരാ? ഇതെന്റെ ഫ്രണ്ട് അനുഷ്. നമസ്കാരം ആന്റി. നിങ്ങൾ രണ്ടുപേരും എത്ര നാളായി ഫ്രണ്ട്ഷിപ്പിലാണ്? ഏകദേശം 1 വർഷമായിട്ടുണ്ടാവും. ആ, ഓക്കെ. ശരി, നിന്റെ അച്ഛന്റെ പേരെന്താ? അത് ആന്റി പപ്പായിക്ക് ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സാണ്. പേരൊരു പക്ഷെ കേട്ട് കാണും, മൽഹോത്ര ബിൽഡിംഗ് മെറ്റീരിയൽസ്. നിന്റെ അച്ഛന്റെ പേരെന്താ? ആന്റി ജനാർദ്ദൻ മൽഹോത്ര. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ലിമിറ്റ്സ് ഒക്കെ ക്രോസ് ചെയ്തെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഇനി ഒരിക്കലും നീ എന്റെ മോള് കാവ്യയെ മീറ്റ് ചെയ്യാൻ പാടില്ല. പുറത്തു പോ. അനുഷ്, അമ്മ അനുഷിന്റെ അടുത്ത് ഇങ്ങനൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. എന്തിനെങ്ങനെ ചെയ്ത? നിന്റെ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം തരേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. അവന്റെ അടുത്ത് അകലുന്നതാ നല്ലത്. ഞാൻ അനുഷിനെ സ്നേഹിക്കുന്നു. അവനാ എന്റെ ബോയ് ഫ്രണ്ട്. എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞേ, ആ അനുഷുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തത് നിനക്ക് നല്ലത്. ഇനി അവനെ കാണാതിരിക്കാൻ ശ്രമിക്കണം. അതായിരിക്കും നിനക്കും അവനും നല്ലത്. മനസ്സിലായല്ലോ? എന്താ നല്ലത് ചീത്തയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെവിടെ വരെ പോകുന്ന ഞാൻ നോക്കട്ടെ. അനുഷിനെ മീറ്റ് ചെയ്യാൻ എന്നെ ആര് തടുക്കുമെന്ന്? ശരി, ആയിക്കോട്ടെ, നീ വിഷമിക്കണ്ട. അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അതുകൊണ്ടല്ലേ അവനെ ഞാനിന്ന് ഓഫീസിൽ വരാൻ പറഞ്ഞേ. നിനക്കറിയാലോ, അവൻ്റെ അമ്മ പോലും ഇപ്പോൾ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും സംശയം വന്നാൽ ഒരു 10 ചോദ്യം ചോദിക്കും. അവൻ വന്നു. അവനോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ.
നിക്ക്, ഇങ്ങോട്ട് വന്നേ. പറ പപ്പാ. മോനെ, നീ എന്നോട് പറഞ്ഞത് MBA എടുക്കണമെന്നായിരുന്നില്ലേ? നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നല്ലോണം നടക്കുന്നുണ്ട്. ക്യാറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ വർഷം തന്നെ എന്തായാലും ക്ലിയർ ആയി കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം നിന്റെ ശ്രദ്ധ മുഴുവനുണ്ടല്ലോ ലേഡീസിൻ്റെ അടുത്താണെന്നാ. പാപ്പ, അത് എന്താ പപ്പായി പറയുന്നത്? ആരെങ്കിലും വെറുതെ പറഞ്ഞായിരിക്കും. തെറ്റായി വിചാരിച്ചെന്നോ? എനിക്കൊന്നും തെറ്റായി തോന്നിയില്ല. ആ പെണ്ണിൻ്റെ അമ്മേനെ വിളിച്ചായിരുന്നു. അവർ പറഞ്ഞെന്താന്നോ, നിങ്ങളുടെ മകൻ എൻ്റെ മകളുടെ ജീവിതം തകർത്തു എന്ന്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളുടെ മകനോട് പറഞ്ഞേക്കണം എൻ്റെ മകളെ ഇനി മേലാൽ വന്ന് കണ്ടുപോകരുതെന്ന്. പപ്പ, അത് എനിക്കറിയില്ല അവരുടെ പ്രശ്നം എന്താണെന്ന്. കോളേജിൽ ആണും പെണ്ണും ചേർന്ന് പഠിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ സാധാരണ കാര്യമല്ലേ? എന്നോട് എതിർത്ത് സംസാരിക്കുന്നു. അതാ പെണ്ണിൻ്റെ അമ്മയാടാ. നിനക്ക് ഈ സമൂഹത്തിൽ ഒരു നല്ല പേര് വേണോ വേണ്ടയോ? ആ, ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? പപ്പ, പക്ഷേ എനിക്കിത് വലുതായിട്ട് തോന്നിയില്ല. ഞാൻ നിന്റെ അച്ഛനാ. നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നീ ഇനിയും അവളെ പോയി കാണാൻ ശ്രമിച്ച പിന്നെ നീ വിവരം അറിയും. മര്യാദയ്ക്ക് പോ. ഞാനിപ്പോ ജോലിക്ക് ഇറങ്ങുക. നീ ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഞാൻ നിന്നെ വിശ്വസിക്കുക. അനുഷിനെ കാണാൻ പോലും നീ ശ്രമിക്കരുത്. അവൻ ഫോൺ വല്ലതും ചെയ്യുവാണെങ്കിൽ അവനോട് ഉറപ്പിച്ച് നീ പറയണം ഇനി ഈ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന്. പറയുന്നത് മനസ്സിലാക്കുമോളെ, ഞാൻ നിന്റെ അമ്മയല്ലേ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ പറയുന്നേ. അമ്മ പോ അമ്മേ, അമ്മയ്ക്ക് ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. ഹലോ ഹലോ കാവ്യ, നീ എന്താ എന്റെ ഫോൺ എടുക്കാത്തേ? അമ്മ എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന. എനിക്ക് സത്യം പറഞ്ഞ അറിയില്ല അമ്മ എന്തുകൊണ്ടാ നിന്നെ ഇത്രയും വെറുക്കുന്നേന്ന്. നിന്റെ മമ്മി എന്റെ പപ്പയുടെ കാര്യങ്ങൾ സംസാരിച്ചു. എന്റെ അച്ഛൻ ഓഫീസിൽ വിളിച്ച് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛൻ അടിക്കുകയും ചെയ്ത്. മനസ്സിലാവുന്നില്ല നമ്മുടെ ബന്ധത്തെ അവർക്ക് എന്താ പ്രശ്നം. ശരി, നമ്മളിപ്പോ ഇനി എന്താ ചെയ്യാ? നീ എന്നെ കാണാൻ വരില്ലേ? അവര് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കാണണ്ട. നിന്നെ കാണാനായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്കുണ്ട് കാവ്യ നിന്നെ കാണാൻ ആഗ്രഹം. എങ്കിൽ പിന്നെ വാ. പക്ഷെ ഇത്രയായിട്ടും എന്നോട് വീട്ടിലേക്ക് തന്നെയാണോ വരാൻ പറയുന്നേ? ഒന്നും ആകില്ല അനുഷ്. അമ്മ വരുന്നതിന് മുമ്പ് നീ പോയിക്കോ. നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. നമ്മളൊക്കെ ജനിച്ചത് തന്നെ നമ്മുടെ അച്ഛനും അമ്മയും സ്നേഹിച്ചത് കൊണ്ടല്ലേ. അത് കാവ്യ, എനിക്കിത് ശരിയായിട്ട് തോന്നുന്നില്ല. നമുക്ക് വേറെ എവിടെങ്കിലും വെച്ച് കാണാം. ഹോട്ടലിൽ പോവാം. അല്ല അനുഷ്, നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റാഫ്സ് നമ്മൾ ഒളിച്ചോടി വന്നതാന്ന് വിചാരിക്കും. പിന്നെ പോലീസിനടുത്ത് ഇൻഫോം ചെയ്യും. അതിനുശേഷമുള്ള നാടകങ്ങളൊക്കെ ഇല്ല. അനുഷ്, നീ എന്തായാലും വീട്ടിലോട്ട് വാ. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഐ ലവ് യു ആൻജ്. ഐ ലവ് യു ടു. ഞാൻ ദേ വരുന്നു. അവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ ഞാൻ? അവർ രണ്ടുപേരും സിബ്ലിങ്സ് ആണെന്ന്. ഞാൻ അവനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അവൻ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നേ. ഞാൻ കാവ്യയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അവൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. അവളിപ്പോ എന്നെ വലിയൊരു ശത്രുവിനെ പോലെ കാണുന്നേ. നീ ടെൻഷനാകാതെ. ഞാനൊരു കാര്യം ചെയ്യാം. അവനെ ഞാൻ പഠിക്കാനായി വിദേശത്തേക്ക് അയക്കാം. മനസ്സിലായോ? അതേസമയം നമുക്ക് കാവ്യയുടെ കല്യാണവും നടത്താം. പണത്തെക്കുറിച്ച് നീ ഒന്നും ആലോചിക്കണ്ട. പണമെല്ലാം ഞാൻ തന്നെ റെഡിയാക്കി തരാം. നിങ്ങൾ മാത്രം എന്റെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ?
ഇനി നമ്മളെ പിരിയിക്കാൻ ആരെ കൊണ്ടും ആവില്ല അനുഷ്. പക്ഷേ എത്ര നാളിങ്ങനെ മീറ്റ് ചെയ്യാനോ? നമുക്ക് കല്യാണം കഴിച്ചാലോ? സീരിയസ്ലി ഉറപ്പായും ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ മമ്മിക്ക് മെസ്സേജ് അയക്ക്, നമ്മൾ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. ഞാൻ മെസ്സേജ് പപ്പായ്ക്ക് അയച്ചേക്കാം. എന്തു പറയുന്നു? ഗുഡ് ഐഡിയ. അമ്മേ, ഞാൻ എത്രയും വേഗം തന്നെ അനുഷിനെ കല്യാണം കഴിക്കാൻ പോവാ. ഈ തീരുമാനം ഞാൻ എപ്പോഴും എടുത്തതാ. ഹായ് ഡാഡ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ പപ്പായ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ ഞാൻ കാവ്യയായിട്ട് കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഇനി ഞങ്ങളെ ആർക്കും പിരിക്കാനാവില്ല. ഐ എം സോറി ഡാഡ്, അവളില്ലാതെ എനിക്ക് പറ്റില്ല. പപ്പ, ഞാൻ കാവ്യ കല്യാണം കഴിക്കാൻ പോവുക. ഇനി ഞങ്ങളെ ആർക്കും തടയാനാവില്ല. നമ്മൾ ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ വലിയ തെറ്റുകൾ നടക്കും. ഞാൻ ഇപ്പൊ തന്നെ കാവ്യയ്ക്ക് മെസ്സേജ് ചെയ്യാം. എന്നാലേ അവരെങ്ങോട്ടും ഓടിപ്പോവാതിരിക്കൂ. മോളെ, അമ്മ റെഡിയാണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ അനുഷിനെ കോൾ ചെയ്യ്. നിങ്ങളെ രണ്ടുപേരും ഞാൻ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുക. ഇവരിത്രയും പെട്ടെന്ന് സമ്മതിക്കുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും നന്നായി. ഫൈനലി അമ്മ സമ്മതിച്ചല്ലോ. നീ എന്നാലും വേഗം തന്നെ വീട്ടിലോട്ട് പോ. അമ്മ വന്നതിന് ശേഷം ഞാൻ നിന്നെ കോൾ ചെയ്യാം. അമ്മ വന്നതിന് ശേഷം നീ വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നീ അങ്ങനെയാ പറയുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. യെസ്. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. ഓക്കെ. പെട്ടെന്ന് വിളിക്കായി കാണ്ട് വെയിറ്റ്. ഓക്കെ. അനുഷ് എവിടെയാ മോളെ? ഞാൻ ഓൾറെഡി അവനെ വിളിച്ചായിരുന്നു. അവനിപ്പോ വന്നോണ്ടിരിക്കുമായിരിക്കും. നിങ്ങൾ ഇരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. അങ്കിളും ഇരിക്കെ. പാപ്പ, ആന്റി ഇവിടെ? അതെ, നിനക്ക് മനസ്സിലാക്കി തരാനാ വന്നത്. ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. പക്ഷെ അമ്മയാണല്ലോ എന്നോട് പറഞ്ഞത് ഈ കല്യാണത്തിന് അമ്മയ്ക്ക് ഒരു എതിർപ്പും ഇല്ലെന്ന്. എനിക്കതേ താല്പര്യമില്ല. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല. എനിക്കിപ്പോ മനസ്സിലായി, നിങ്ങൾ എന്നെ കളിപ്പിക്കാൻ നോക്കുവാണല്ലേ. നിങ്ങൾക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ലെങ്കിൽ ഞങ്ങളോട് കള്ളം എന്തിനാ പറഞ്ഞേ?
അമ്മ ഇന്നൊരു തീരുമാനം എടുക്കണം. അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അതോ ഇല്ലയോന്ന്. നീ അങ്ങനെയൊന്നും പറയില്ലേ മോളെ. ഐ ലവ് യു സോ മച്ച്. ദാ നോക്ക്, എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണോന്നറിയില്ല. ഈ കല്യാണം നടക്കരുത്. അമ്മയുടെ ആൻസർ എനിക്ക് കിട്ടി. ഏയ്, കാവ്യ, 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 എന്തേ ചെയ്തത്? കാവ്യ എന്താ ചെയ്യുന്നേ? നിനക്ക് എന്ത് പറ്റി? കാവ്യ. കാവ്യ, കാവ്യ പ്ലീസ് കണ്ണു തുറക്ക്. കാവ്യ ഈ ഭൂമിയിലില്ലെങ്കിൽ ഞാൻ ജീവിച്ചിട്ട് എന്തിനാ? നിങ്ങളിതല്ലേ ആഗ്രഹിച്ചത് പാപ്പ. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾ സഹോദരങ്ങളാണ്. അമ്മ, ഇപ്പൊ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് പറഞ്ഞു മനസ്സിലാക്കാനാ മോളെ ഞങ്ങൾ ട്രൈ ചെയ്തത്. പക്ഷെ അതിനു മുമ്പ് നീ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. മോളെ കണ്ണു തുറന്ന് നോക്ക് മോളെ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഹലോ ഡോക്ടർ, പാപ്പ, വേഗം വരൂ. പാപ്പ. നമ്മുടെ മകന് മരിച്ചു പോയിരിക്കുക. അതെ, പോലീസ് അവരുടെ ജോലി ചെയ്യട്ടെ. ഈ ഡെഡ് ബോഡി രണ്ടും പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം.